കോപ്പ അമേരിക്ക കിരീടം ചിലിക്ക്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1-4 ഗോളുകൾക്കാണ് ചിലി അർജന്റീനയെ തകർത്തത്. ചിലി ആദ്യമായാണ് കോപ്പ അമേരിക്കയിൽ കിരീടം സ്വന്തമാക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ഈ പാനലിൽ പങ്കെടുക്കുന്നവർ, ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ ശ്രീ ദേവദാസ് സ്പോർട്സ് അനലിസ്റ്റാണ്. അതോടൊപ്പം സ്പോർട്സ് മാധ്യമപ്രവർത്തകരായ വിനോദൻ, രവീന്ദ്രദാസ് എന്നിവർ ചേരുന്നു. അതോടൊപ്പം പ്രശസ്ത എഴുത്തുകാരൻ NS മാധവനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ദേവദാസിലേക്ക്. ചിലി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ചിലിയിലെ സാന്റിയാഗോയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ തകർത്തുകൊണ്ടാണ് ചിലി കോപ്പ അമേരിക്ക കിരീടം നേടിയത്. എങ്ങനെ കാണുന്നു ചിലിയുടെ ഈ വിജയത്തെ? പ്രദീപ്, ഇതിൽ ചിലി ഏറ്റവും ഡിസേർവിംഗ് ആയ വിന്നറാണ് ഈ കോപ്പ അമേരിക്കയിൽ. എന്തുകൊണ്ടെന്നാൽ ഈ ആദ്യത്തെ റൗണ്ട് മുതൽ ഈ ഫൈനൽ ജയിക്കുന്നവരെ അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഒരു സുന്ദരമായ മുഹൂർത്തങ്ങളാണ് ചിലി ഞങ്ങൾക്ക് കാഴ്ചവെച്ചത്, ലോകത്തിന് മുഴുവൻ കാഴ്ചവെച്ചത്. ഇതുപോലെ വർഗാസ്, വിഡാൽ, സാഞ്ചസ് മുതലായവരെല്ലാം ആഞ്ഞ് ഉള്ള മെസ്സിയെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ടീം എഫർട്ടാണ് കണ്ടത്. അത് സംപോളി എന്ന കോച്ചിൻ്റെ ഒരു ടാക്റ്റിക്കൽ വിന്നാണ്. അത് എല്ലാ കളിയിലും മാറ്റി മാറ്റി ടാക്ടിക്സ് പരീക്ഷിക്കുന്ന ഒരു വിജയം. മറ്റ് പ്രസിദ്ധരായ കോച്ചുകൾക്ക് അതൊന്നും സംഭവിച്ചില്ല. എല്ലാം സ്റ്റൈൽഡാണ്. അതാണ് ബ്രസീലിൻ്റെ തോൽവി കാണിക്കുന്നത്, അർജൻറ്റീനൻ്റെ തോൽവി കാണിക്കുന്നത്, കൊളംബിയൻ്റെ തോൽവി കാണിക്കുന്നത്. അവിടെയാണ് ചിലി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കളിക്കാർക്കും അത് ജയിക്കണം. ഈ ടൂർണമെൻറ്റ് ചിലിക്ക് വേണ്ടി ജയിക്കണം. 99 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ചിലി ജയിച്ചത്. ഒരു കപ്പ് വിൻ ചെയ്യുന്നത് തന്നെ ചിലി ആദ്യമായിട്ടാണ്. അതിൻ്റെ നിശ്ചയദാർഢ്യം ആ കളിയിൽ മുഴുവൻ പ്രകടിപ്പിച്ചൊരു ടീം എഫേർട്ടാണ് അവർ ഈ കപ്പ് വിൻ ചെയ്യാൻ. നമുക്കറിയാം ശ്രീ ദേവദാസ്, ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ വശ്യതയാർന്ന ആ സൗന്ദര്യം, ആ നീക്കങ്ങൾ അതെല്ലാം മറഞ്ഞുപോയി. ഇപ്പോൾ യൂറോപ്യൻ, പോർച്ചുഗീസ് അല്ലെങ്കിൽ റഷ്യൻ ക്ലബ്ബുകളിലൊക്കെ കളിച്ച പരിചയത്തിലൂടെയാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ, ഈ കോപ്പ അമേരിക്കയിലെ പല ടീമുകളും ഫുട്ബോൾ മത്സരം കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ചിലിയുടെ പ്രത്യേകതകളായി എന്തൊക്കെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക? ബോക്സ് ടു ബോക്സ് ആയിട്ടുള്ള അവരുടെ നീക്കങ്ങൾ, അതുപോലെ ഡിഫൻസ്. പലപ്പോഴും നമുക്കറിയാം പ്രധാന ഡിഫൻഡർ യാറെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്, എന്നിട്ട് പോലും ചിലിയുടെ ഡിഫൻസ് വളരെ ശക്തമായിരുന്നു. ഈ ചിലിയുടെ പ്രത്യേകത, ചിലി എന്ന രാജ്യം 99, താങ്കൾ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചു, 99 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് ജയിച്ചിരിക്കുന്നു. ലയണൽ മെസ്സിക്ക് പോലും സാധിക്കാത്ത കാര്യം ആ ചിലിയുടെ ടീം വർക്ക്, ആ ഫ്ലെക്സിബിലിറ്റിയോടെ നടന്നിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തണം? ഇതിലാണ് പ്രത്യേക ഏറ്റവും വലിയ ഈ കളിക്കാരുടെ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പോൾ യാറ എന്ന് പറയുന്ന ബാക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തായി ഈ ടൂർണമെൻറ്റ്. ഏറ്റവും നല്ല ഡിഫൻസീവ് ബാക്കായിരുന്നു ഗൊൻസാൽവസ് യാറ എന്ന് പറഞ്ഞ ചിലിയുടെ. പുറത്തായിട്ട് പോലും അത് ഇപ്പോൾ ബ്രസീൽ ലോകകപ്പിൽ ഒരു ബാക്ക് പുറത്തായപ്പോൾ എന്ത് പറ്റി? 7 ഗോളിന് തകർന്നടിയുന്നതാണ് കാഴ്ച കണ്ടത്. പക്ഷേ ചിലിയുടെ നോക്കിയാൽ തിരിച്ച് വന്ന റിപ്ലേസ്മെൻറ്റ്സ് എല്ലാം വന്നിട്ട് അതൊന്നും കാണിക്കുകയും ചെയ്തില്ല. ഈ ഫൈനൽ ഗെയിമിൽ അവർ നിരന്തരം ഫ്ലെക്സിബിലിറ്റി, എല്ലാ പൊസിഷനിലും ഫ്ലെക്സിബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അത് ബോക്സ് ടു ബോക്സ് അറ്റാക്ക്. ആ വിഡലെല്ലാം എന്ന് പറഞ്ഞാൽ ലോകോത്തര കളി കാഴ്ചയാണ്. എല്ലാം യൂറോപ്യൻ ലീഗിലെല്ലാം കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ്, യൂറോപ്യൻ തൊട്ട് പോർച്ചുഗീസ്, റഷ്യൻ ലീഗിൽ പോലും കളിച്ചതിൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ സൗത്ത് അമേരിക്കൻ്റെ ഫ്ലെയറേ ഇല്ല. ഇപ്പോൾ എല്ലാം ഉള്ളത് ഒരു യൂറോപ്യൻ ഫ്ലെയറാണ്. അതാണ് പറയുന്നത്. ഇനിയുള്ള ഇതിൽ ഈ ബ്രസീൽ, അർജൻറ്റീന പോലത്തെ ടീമിന് എന്തെങ്കിലും ഒരു രക്ഷ ഇനി അടുത്ത ലോകകപ്പിലെല്ലാം ഉണ്ടാവുണ്ടെങ്കിൽ അത് ക്ലിൻസ്മാനെ പോലെ USA കോച്ചിനെ ഇവിടെ കോച്ചിങ്ങിന് തിരഞ്ഞെടുത്ത് ടെക്നിക്കൽ നോഹൗ ഭയങ്കരമായിട്ട് അറിവുള്ള കോച്ചസിനെ എടുത്തിട്ട് വേണം ടീമിനെ മാറ്റിമറിക്കാൻ എന്നുള്ളതാണ് ഇനിയുള്ള ഈ ലോകകപ്പിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടാക്ടിക്കൽ ബാറ്റിൽസാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടത്. നമുക്കറിയാം ഈ യൂറോപ്യൻ ഫുട്ബോൾ ശൈലി ഒരു വളരെ ശക്തമാണ്. അതാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും ഭംഗി, അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ ശൈലി, പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളാണ്. അവരുടെ തന്ത്രങ്ങളാണ്, ആ ശൈലി ഭാവങ്ങളാണ്. അതിന് പ്രസക്തിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. മെസ്സി വീണ്ടും ദുഃഖപുത്രനായി മാറുന്ന കാഴ്ച. അർജന്റീനയുടെ ജേഴ്സിയിൽ മാത്രം, രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ മാത്രം തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്ന വല്ലാത്തൊരു ദുരവസ്ഥ. ഒപ്പം ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? വലിയൊരു ബിഗ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. മെസ്സിക്ക് എന്താണ് അർജന്റീന ജേഴ്സിയിൽ പറ്റുന്നത്? ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ആഘോഷിക്കുകയാണ്. മെസ്സിയെയും ഓ രാജഗോപാലിനെയും ബന്ധപ്പെടുത്തിയാണ്, തോൽക്കാൻ വേണ്ടി മാത്രം. നമുക്കറിയാം ശ്രീ ദേവദാസ്, ഇത് ഈ ടീം എഫേർട്ടിൻ്റെ, അതല്ലെങ്കിൽ ഏറ്റവും മികച്ച രാജ്യാന്തര കളിക്കാരുള്ള ഒരു ടീമാണ് അർജന്റീന. ക്ലബ് ഫുട്ബോളിലെ കളിക്കാരുടെ കാര്യം കൂടി എടുത്താൽ പോലും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക.
ആ ഒരു ടീമിന് സ്വന്തം രാജ്യത്തിന് വേണ്ടി കപ്പ് നേടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവസാന നിമിഷം ഫൈനൽ വരെ എത്തി തോറ്റുപോകുന്നു. മെസ്സിക്ക് ഇനിയൊരു 2018 റഷ്യയിൽ നടക്കാൻ പോകുന്ന ലോകകപ്പിലെങ്കിലും ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇതിൽ ഏറ്റവും വലിയ ഒരു ചോദ്യമായിരുന്നത് മെസ്സി എന്തുകൊണ്ട് മെസ്സി ഇങ്ങനെ ടൂർണമെൻറ്റ് വിൻ ചെയ്യാത്ത ഒരു ദുഃഖപുത്രനായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലും ഒരു കാര്യമുണ്ട്, അതിൽ മെസ്സിക്കും ഒരു പങ്കുണ്ട്, മെസ്സിൻ്റെ കൂടെയുള്ള ടീംമേറ്റ്സിനും പങ്കുണ്ട്. മെസ്സി ഒരു ലോകോത്തര ക്ലബ് പ്ലെയറായി മാത്രം ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം പിടിക്കാനാണ് സാധ്യത കൂടുതൽ. ഇനി 4 കൊല്ലം കഴിഞ്ഞാൽ റഷ്യയിലാണ് 2018 നടക്കുന്നത്. അപ്പോഴുള്ള ടീം എന്താണെന്നറിയില്ല, മെസ്സിക്ക് ഇതേപോലെ പേസ് ഉണ്ടാവുമെന്നും അറിയില്ല. മെസ്സിൻ്റെ ടീം ഇപ്പോൾ തെണ്ടുൽക്കർക്ക് വേൾഡ് കപ്പ് വിന്നി ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ത്യൻ ടീം 2011 കളിച്ച പോലെ അതുപോലത്തെ 10 പേര് മെസ്സിക്ക് വേണ്ടി ബാക്കപ്പ് ചെയ്യുന്നില്ല. ടീം എഫർട്ട് അല്ല കാണുന്നത്. ചില്ലി കാണിച്ചു തന്നില്ല, ടീം എഫർട്ടിൽ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അല്ലെ കൊളംബിയ വേൾഡ് കപ്പിൽ കാണിച്ചു തന്നു. പക്ഷേ മെസ്സിക്ക് പിന്നിൽ മെസ്സി ഒരു വലിയൊരു ക്ലബ് ഫുട്ബോളറായി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ക്ലബ് ഫുട്ബോളറായി മാറും. പാസ്റ്റിൽ ജോർജ് ബെസ്റ്റ്, സ്റ്റെഫാനോ പോലത്തെ മുതലായവർ അങ്ങനെയായിരുന്നു. ജോർജ് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ്. പെലെയോട് പോലും ഉപമിച്ചാണ്, യൂറോപ്പിലെ പെലെ എന്നാണ് പറഞ്ഞത് ജോർജ് ബെസ്റ്റ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കളിച്ചു, സ്വയം കള്ളു കുടിച്ചും ഇതും സ്വയം ടാലൻസ് നശിപ്പിച്ചു. നെവർ ടു ഹാവ് പ്ലേഡ് വേൾഡ് കപ്പ് കൂടിയാണ് ജോർജ് ബെസ്റ്റ്. അതുപോലെ ആവും മെസ്സി എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ശ്രീ വിനോദൻ മാധ്യമപ്രവർത്തകൻ ചേരുന്നു, സ്പോർട്സ് സ്പെഷ്യലിസ്റ്റാണ്. ശ്രീ വിനോദ്, ഇപ്പോഴത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ താങ്കൾ കണ്ടു കാണുമല്ലോ. അർജന്റീനയെ തോൽപ്പിച്ച് ചിലി കപ്പ് നേടിയിരിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ മാമാങ്കത്തെ? ചിലിയുടെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ടീം വർക്കിൻ്റെ മാത്രം വിജയമാണ്. മറിച്ച് അർജന്റീനയെ സംബന്ധിച്ചിട്ട് അർജന്റീന മെസ്സി എന്ന് പറയുന്ന ഒരു കളിക്കാരനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് പലപ്പോഴും കളിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ കാര്യം, മെസ്സി ഒരു ക്ലബ് ഫുട്ബോളറായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു ക്ലബ് ഫുട്ബോളിൽ മാത്രമാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് മെസ്സി മാസ്മരിക പ്രകടനങ്ങൾ നടന്നിട്ടുള്ളത് ശരിയാണ്. കാരണം അത് ആ ഒരു മെസ്സിയുടെ ഗോൾ ശരാശരി മാത്രം എടുത്താൽ മതി. 482 മത്സരങ്ങൾ കളിച്ചതിൽ മെസ്സി 412 ഗോളുകൾ നേടി. പക്ഷെ അതേസമയം അർജന്റീന എന്ന് പറയുന്ന ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ 103 മത്സരങ്ങളിൽ നിന്ന് വെറും 46 ഗോളാണ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെസ്സിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് ഒരു ടീമിനും, അല്ലെങ്കിൽ ഒരു കളിക്കാരനെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ടീമിനും ഒരു ലോകോത്തര ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. കഴിഞ്ഞ 96 ലോകകപ്പ് കപ്പ് നേടിയ അർജന്റീന ടീമിന് ഡിഗോ മറഡോണ ഒറ്റയ്ക്ക് നിന്നാണ്, ഡിഗോ മറഡോണ നേതൃത്വത്തിനാണ്. ഇതിനേക്കാൾ ഇപ്പോഴുള്ള ടീമിനേക്കാൾ ദുർബലമായിരുന്നു അന്ന് അർജന്റീന ടീം. ഒരു വിന്നിംഗ് പോയിന്റിലേക്ക് എത്താനാണ് മെസ്സിക്ക് സാധിക്കാതെ പോകുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. മെസ്സിയെ സംബന്ധിച്ച് മെസ്സിക്ക് ഒരു വിന്നിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്. ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ ആന്ദ്രേ ഇനിയസ്റ്റയെയും സാവിയെയും പോലുള്ള ആൾക്കാർ ബോക്സിലേക്ക് പന്തെത്തിച്ച് കൊടുക്കും, കൃത്യമായിട്ട് പന്തെത്തിച്ച് കൊടുക്കും. അത് വലയിലാക്കുക എന്നുള്ളത് മാത്രമേ മെസ്സിയുടെ പണിയുള്ളൂ. അല്ലാണ്ട് ഒരു സോളോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സിയിൽ നിന്ന് പലപ്പോഴും നമ്മൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മെസ്സി ക്ലബ് ഫുട്ബോളിൽ മെസ്സിനെ വെല്ലാൻ വേറെ ആരും ഇപ്പം നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല. തിരിച്ചു വരാം ചിലിനെ സംബന്ധിച്ച് താങ്കളിലേക്ക് ഉടനെ തന്നെ തിരിച്ചു വരാം. നമുക്കറിയാം, ഈ ലാറ്റിൻ അമേരിക്കൻ ശൈലിയാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടം. തീർച്ചയായും അതിനൊപ്പം തന്നെ ഈ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയൊക്കെ കളിയുടെ ശൈലി തന്നെ മാറി വരുന്ന യൂറോപ്യൻ ട്രെയിനിങ് അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥ വന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കളിക്കാർ മുഴുവൻ യൂറോപ്യൻ ക്ലബ്ബുകളിലെല്ലാം കളിച്ച് ആ ഒരു ശൈലിയിലേക്ക് മാറുന്നു. അതിൻ്റെ അന്തസത്ത, അതിൻ്റെ ഭംഗി, അത് എങ്ങനെയാണ് എത്തി നിൽക്കുന്നത്? എങ്ങനെയാണ് ശ്രീ വിനോദിൻ്റെ അഭിപ്രായം? ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും നല്ല ഭംഗി തന്നെയാണ് നടക്കുന്നത്. കാരണം ഓരോ കളികളും നമ്മളിപ്പോൾ ഈ കോപ്പ അമേരിക്കയിൽ കണ്ട ഓരോ കളികളും നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലാറ്റിൻ അമേരിക്കൻ ശൈലിയുടെ ചാരുത ഇതേവരെ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അർജന്റീന എന്ന് പറയുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം 96 ഡിഗോ മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന ലോകകപ്പ് നേടിയെങ്കിൽ പോലും അന്ന് മറഡോണ എന്ന് പറയുന്ന ഒരു മഹാനായ കളിക്കാരൻ, മറഡോണയുടെ അടുത്തൊന്നും മെസ്സി ഇപ്പോഴും എത്തിയിട്ടില്ല. അങ്ങനെ എത്ര ഉണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലോകോത്തര കിരീടം നേടിക്കൊടുക്കാൻ ആ താരത്തിന് കഴിയണം. ഇപ്പോൾ ബ്രസീലിന്റെയും അർജന്റീനയുടെയും കളികൾ താരതമ്യം ചെയ്യുമ്പോൾ ശൈലിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ പ്രകടമായി കാണുന്നില്ല. അവിടെയാണ് ചിലി ഉള്ള രാജ്യങ്ങൾ പുറത്തേക്ക് മുന്നോട്ട് വരുന്നത്, വിജയം കൈവരിക്കുന്നത്. ശ്രീ ദേവദാസ്, അതിൽ ഒരു ചോദ്യം, ഇപ്പോൾ ഈ സൗത്ത് അമേരിക്കൻ ഫ്ലെയർ എല്ലാം ഇപ്പോൾ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലെല്ലാം ബ്രസീലിനോടും അർജൻറ്റീനയോടും ഞങ്ങളെ കാണികൾക്കെല്ലാം താല്പര്യം. പക്ഷേ ഇപ്പോൾ സൗത്ത് അമേരിക്കൻ ഫ്ലെയർ ഒന്നുമില്ല. ഇവരെ മിക്കതും 10-11 വയസ്സിൽ ഈ കോപ്പ അമേരിക്കയിൽ പോലും യൂറോപ്യൻ ഏജൻസ് ഇവരുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് വളരെ ചെറിയ തുകക്ക് ഇവരെ യൂറോപ്യൻ ക്ലബ്സിലേക്ക് മാറ്റി അവരെ മുഴുവൻ യൂറോപ്യൻ ശൈലിയിലേക്ക് മാറ്റിയെടുത്ത താരങ്ങളാണ് തിരിച്ചു വന്ന് ഈ കോപ്പ അമേരിക്കയിലും കളിക്കുന്നതുകൊണ്ടാണ്
ഞങ്ങൾക്ക് ഇവരുടെ ശൈലിയിൽ വലിയ വ്യത്യാസം കാണാത്തത്. അതുകൊണ്ട് പഴയ ഒരു നേരിയ ചേരി പ്രദേശത്ത് നിന്ന് ഡ്രിബ്ലിംഗ് സ്കിൽസും ബോൾ മാജിക്സും കാണിക്കുന്ന മാറഡോണയോ അല്ലെങ്കിൽ പെലേനെ പോലെയൊന്നും ഇനി വരാൻ ആരും, മെസ്സിയെ പോലും വരാൻ ഇനി ഭാവിയിൽ ആരും ഉണ്ടാവും എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ കളിയെല്ലാം യൂറോപ്യൻ കോച്ചിങ് സ്കീംസിലേക്ക് പെട്ട മാതിരിയിലേക്ക് വന്നിരിക്കുന്നു. അവരെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു. ഈ കോപ്പ അമേരിക്കയിലും അതാണ് കാണുന്നത്. മിക്കവരും ഈ അലക്സിസ് സാഞ്ചസ് എല്ലാം ഒരു കാലത്ത് ആ സ്ട്രീറ്റ്സിൽ നിന്ന്, ചിലിയൻ സ്ട്രീറ്റ്സിൽ നിന്ന് തെരുവ് തണ്ടി ധർമ്മം നടത്തി 8 വയസ്സിൽ ധർമ്മം ഇങ്ങനെ പിച്ചച്ചട്ടി എടുത്ത് നടന്നെയാണ്. അവിടുന്നാണ് ഇന്ന് ചിലിക്ക് ആ കോപ്പ അമേരിക്ക ആ ചിലിയൻ ജനതയ്ക്കുള്ള നന്ദിയാണ് കൊടുത്തത്. അതേപോലത്തെ താരങ്ങൾ വരാൻ സാധ്യത കുറവ്. എന്താണെന്ന് 10-12 വയസ്സിൽ സ്കൗട്ട്സും ഗൈഡ്സും 17 വയസ്സിൽ ഇവരെ ഈ അണ്ടർ 20 എല്ലാം വാച്ച് ചെയ്ത് എടുത്ത് പോയി യൂറോപ്യൻ ക്ലബിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അത് കോപ്പ അമേരിക്കയിലും കാണും. അതുതന്നെയാണ് ഇവരുടെ ശൈലിയിൽ, യൂറോപ്യൻ ശൈലിയിലേക്ക്, സൗത്ത് അമേരിക്കൻ യൂറോപ്യൻ ശൈലിയിലേക്ക് മിക്സ് ചെയ്തിരിക്കുന്നത്. ശ്രീ വിനോദൻ, നമുക്ക് ഇപ്പോൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. അർജന്റീന എന്ന രാജ്യം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഒരു, നമുക്കറിയാം, ഒരുപാട് ഇഷ്ടങ്ങളുള്ള, മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫുട്ബോൾ ടീം. ഈ ടീമിൻ്റെ ഭാവി എന്തായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ അവതാരങ്ങൾ ഉണ്ടാവേണ്ടി വരുമോ അർജന്റീനയ്ക്ക് ഒരു പ്രധാന ഫുട്ബോൾ ടൂർണമെൻറ്റ് വിജയിക്കാൻ? തീർച്ചയായിട്ടും. അല്ല, അത് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിലുള്ള പ്രധാന അല്ലെങ്കിൽ യുവതാരങ്ങളായിട്ട് വളർന്നു വരുന്നവർ മുഴുവൻ യൂറോപ്യൻ ലീഗുകളിലേക്ക് ചേക്കേറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ യൂറോപ്യൻ ഫുട്ബോൾ ശൈലിയായ ടോട്ടൽ ഫുട്ബോളിലാണ് അവരൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പരിശീലിക്കുന്നതോ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതും. അവിടുന്ന് വീണ്ടും തിരിച്ച് പരമ്പരാഗത ശൈലിയിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതാണ് ഇപ്പോഴും ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെസ്സിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിമരിയനെ സംബന്ധിച്ചിട്ടായാലും ആരായാലും ശരി, അവർക്കെല്ലാം സംഭവിക്കുന്നതാണ്. കാരണം അവരെല്ലാം യൂറോപ്പിലെ വമ്പൻ ടീമുകളിൽ മാത്രം കളിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അവർ വല്ലാണ്ട് അതിഭയങ്കരമായിട്ട് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് അത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഒരു അവതാരങ്ങൾ എന്ന് തന്നെ പറയാം, അതുണ്ടായാൽ മാത്രമേ ബ്രസീലിനും അർജന്റീനയും പോലുള്ള ടീമുകൾക്ക് ഇനി ഒരു ലോകോത്തര കിരീടം നേടാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ശ്രീ ദേവദാസ്, അവസാനമായി നമുക്ക് ഈ കോപ്പ അമേരിക്ക ഫുട്ബോൾ നമുക്ക് നൽകുന്ന പാഠം എന്നാണ്? ചിലിയെ പോലൊരു രാജ്യം നമുക്കറിയാം, അഗസ്റ്റോ പിനോഷയുടെ ഡിക്റ്റേറ്റർഷിപ്പൊക്കെ ഉണ്ടായിരുന്ന രാജ്യം, ഫുട്ബോൾ ഗ്രൗണ്ടിനെ പോലും ജയിലാക്കി മാറ്റിയിരുന്ന ഏകാധിപതികളുടെ നാട്ടിൽ നിന്ന് വളരെ ചരിത്രപരമായ ഒരു വിജയം ചിലി നേടിയിരിക്കുന്നു. അവസാനത്തെ ചോദ്യം പറഞ്ഞോളൂ ശ്രീ ദേവദാസ്. ഈ കോപ്പ അമേരിക്ക തരുന്ന പാഠം എന്തെന്നാന്ന് വിചാരിച്ച പ്രദീപ്, ഈ ചെറിയ ടീം ബ്രസീൽ, അർജൻറ്റീന, കൊളംബിയ അല്ലാണ്ട് പെറു, വെനിസുല, ഈ ചിലി പോലത്തെ ടീമുകൾ അടുത്ത ലോകകപ്പിൽ പോലും ഒരു ഭീഷണിയായിട്ട് വരുന്ന, ഇനി ക്വാളിഫയിങ് പോലും ബ്രസീലിനെല്ലാം പാടുപെടേണ്ടി വരുന്ന തോന്നുന്നത് ഈ സൗത്ത് അമേരിക്കയിൽ നിന്ന്. ഈ ചിലിക്ക് വേൾഡ് കപ്പിൽ പോലും വേൾഡ് കപ്പ് നേടാൻ പോലുള്ള കെൽപ്പ് നേടും എന്നാണ് തോന്നുന്നത്. സംപോളി എന്ന കോച്ചിൻ്റെ കീഴിൽ ബ്രസീലിനും അർജൻറ്റീനയും അടിമുടി മാറ്റിയിട്ടില്ലെങ്കിൽ ചിലിയെ പോലത്തെ ടീമുകൾ എങ്ങനെ ഒരു ടീം എഫേർട്ടിന്, എങ്ങനെ ഫുട്ബോളിൽ ഒരു ടീം എഫേർട്ടിൻ്റെ വിലയാണ് ചിലിയിൽ കൂടി കാണിച്ചു തന്നത്. അതിലുള്ള ഈ പ്ലേയേഴ്സിൻ്റെ ആ തൃഷ്ണ, ജയിക്കാൻ വേണ്ട തൃഷ്ണ, എങ്ങനെ ജയിക്കണം, എങ്ങനെ കളിക്കണം, ടാക്ടിക്കൽ ഗെയിം ഏതെല്ലാം ഇതിൽ എങ്ങനെയും ജയിക്കണം എന്ന് കാണിക്കുന്നിടത്ത് ചിലി അതിൻ്റെ ഉദാത്തമായത് പിനോഷേൻ്റെ എല്ലാം ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്നെല്ലാം ഉതിർന്ന് ഈവൻ ഫുട്ബോൾ ഫീൽഡ്സ് മറ്റേ ജയിലറകളാക്കിയ ഒരു ഏകാധിപതിൻ്റെ നാട്ടിൽ നിന്നാണ് ഈ കനികളുടെയും ഈ കുതിരകളുടെയും ഒച്ചപ്പാടിൽ നിന്ന് ഈ കളിക്കാരെ മാത്രമാണ് അവരുടെ ചിലിയൻ പ്രതീക്ഷ. ആ ചിലിയൻ ജനതയുടെ പ്രതീക്ഷയാണ് അവർ കാത്തത്. പണ്ട് ബ്രസീലിനെല്ലാം പെലെയും ഗരീഞ്ചിയും സോക്രട്ടീസും എല്ലാം ചെയ്ത അതേ സ്വപ്ന തുല്യമായ നേട്ടമാണ് ഇപ്പോൾ ചിലിയൻ കളിക്കാർ അവർക്ക് കൊടുത്തത്. അത് ലോക ഫുട്ബോളിന് തന്നെ ഒരു ഉണർവേകുന്ന ഒരു കോപ്പ അമേരിക്കൻ ടൂർണമെൻ്റായിരുന്നു ഇക്കൊല്ലം നടന്നത്. ഈ ചിലിയുടെ തേരോട്ടം അത് ലോകത്തിനെ പിടിച്ചു ഫുട്ബോൾ ലോകത്തിനെ പിടിച്ചു കുലുക്കും എന്ന് ഉറപ്പാണ് എന്നാണ് ഈ അലക്സിസ് സാഞ്ചസ്, വിഡാൽ, ഈ ബ്രാവോ മുതലായ കളിക്കാരുടെ എന്താ പറയുക, ഈ അവസാനത്തെ ഗോൾ തടഞ്ഞ ഗോൾ കീപ്പർക്ക് കൂടി രാജ്യത്തിന്
മത്സരത്തിൻ്റെ നായകരായി മാറുന്നൊരവസ്ഥ. ഏതായാലും വളരെയധികം നന്ദി ശ്രീ ദേവദാസ് ആൻഡ് ശ്രീ വിനോദൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും.